ലൈംഗികാതിക്രമ കേസിൽ ജയിലിലുള്ള സംവിധായകൻ രഞ്ജിത്തിന്റെ ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കും. എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മാജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. പരാതി വ്യാജമെന്നും ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നും രഞ്ജിത്ത് വാദിക്കുന്നുണ്ട്. വിവരങ്ങളുമായി വിഷ്ണു സുരേഷ് ചേരുകയാണ്. വിഷ്ണു, നേരത്തെ തന്നെ ഈ ആരോഗ്യ പ്രശ്നങ്ങൾ ഉയർത്തിയൊപ്പം പരാതി ഉണ്ടായ കാലതാമസം എന്തൊക്കെയായിരുന്നു പ്രതിഭാഗം ഉന്നയിച്ചിരുന്നത്, അല്ലെങ്കിൽ അഭിഭാഷകർ പറഞ്ഞതൊക്കെ അത് തന്നെയായിരിക്കുമോ വാദങ്ങൾ? ഗോകുലം, ലൈംഗികാതിക്രമ കേസിൽ സംവിധായകൻ രഞ്ജിത്ത് ജയിലിൽ തുടരാൻ തുടങ്ങിയിട്ട് ഏകദേശം 6 ദിവസങ്ങൾ പിന്നിടുന്നു. ഇന്നാണ് അദ്ദേഹത്തിന്റെ ജാമ്യഹർജി പരിഗണിക്കുന്നത്. ജാമ്യഹർജിയിൽ പ്രധാനമായും മുന്നോട്ട് വെക്കുന്ന വാദങ്ങളൊന്ന് ഈ പരാതി വ്യാജമെന്നാണ്. ഇതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട്, തനിക്ക് നിരവധി ശത്രുക്കളുണ്ട്, ICC, അതായത് ഓരോ സിനിമയ്ക്കും ICC ഉണ്ട്. പക്ഷേ ICC പരാതി നൽകാതെ ഇത്തരത്തിലൊരു പരാതി പോലീസിന് കൈമാറിയതിലടക്കം അസ്വാഭാവികത ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ജനുവരി 30 കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. പക്ഷേ പരാതി ലഭിക്കുന്നത് മാർച്ച് 28 മാത്രമാണ്. ഈ കാലതാമസം അടക്കം പ്രതിഭാഗം കോടതിയിൽ ചൂണ്ടിക്കാണിക്കും. ഒപ്പം രഞ്ജിത്തിന് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ള കാര്യവും കോടതി അറിയിക്കും. കഴിഞ്ഞ ദിവസം തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളൊക്കെ കൈമാറിയിട്ടുണ്ട്. ഇന്നിപ്പോൾ പോലീസ് ഈ വിഷയത്തിൽ എന്ത് സ്വീകരിക്കുമെന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. ജാമ്യഹർജിയെ എതിർക്കാനുള്ള സാധ്യതയാണുള്ളത്. പക്ഷേ 2 ദിവസത്തെ ചോദ്യം ചെയ്യലും തെളിവെടുപ്പും ഒക്കെ പൂർത്തിയായിട്ടുണ്ട്. ആ ഘട്ടത്തിൽ പ്രത്യേകിച്ചൊരു 354 വകുപ്പ്, പഴയ 354 വകുപ്പ് പ്രകാരമുള്ള കേസാണ്. അപ്പോൾ ഇനിയും കസ്റ്റഡിയിൽ വെക്കേണ്ട സാഹചര്യം നിലവിലുണ്ടോ എന്ന് കോടതി ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ആ ആനുകൂല്യത്തിൽ രഞ്ജിത്തിന് ജാമ്യം ലഭിക്കുമോ എന്നുള്ളതാണ് പ്രതിഭാഗം ജാമ്യം ലഭിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് പ്രതിഭാഗം ഉള്ളത്. എന്തായാലും രാവിലെ ഒരു 11 മണിയോടുകൂടി തന്നെ ജാമ്യഹർജി പരിഗണിക്കുമെന്നാണ് മനസ്സിലാവുന്നത്. ഗൂഗിൾ. ശരി, വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.